എന്തൊക്കെ കാണണം, എന്തൊക്കെ കാണണം. നമ്മുടെ നാട്ടിൽ വലിയ ആഘോഷമായിട്ട് നടന്ന ഒരു ദ റിയൽ കേരള സ്റ്റോറി. എം.വി. ഗോവിന്ദൻ, എ റഹീം, ശിവൻകുട്ടി ഇവരുടെയൊക്കെ കാർമ്മികത്വത്തിൽ നടന്ന ഒരു കല്യാണം. ആ പെങ്കൊച്ച് മൈനറായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ പോക്സോ കേസും പണ്ടാരും ഒക്കെ ആയിട്ട് വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുന്നു. ശരി, അതിൻ്റെ പാട്ടിന് പോട്ടെ, ഞാനതിൽ തൊടുന്നില്ല എന്ന് വിചാരിച്ചു. അതെങ്ങനെയെങ്കിലും തൂങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതേ മാധ്യമങ്ങൾ മറച്ചു വെച്ച, കുറച്ച് ദിവസങ്ങളായിട്ട് മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലവ് ജിഹാദ്, അതൊരു മേജർ ലവ് ജിഹാദാണ്. ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് ലവ് ജിഹാദ്. അപ്പോൾ കോർപ്പറേറ്റ് ലവ് ജിഹാദ് എന്ന് ഞാൻ പറയാൻ കാര്യം, വളരെ വലിയ കമ്പനിയിൽ നടന്ന മേജർ സ്കെയിലുള്ള ലവ് ജിഹാദ്. ഒന്നും രണ്ടുമല്ല, 5-8 പെണ്ണുങ്ങളും ഒരാണും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ലവ് ജിഹാദ്. കമ്പനി നമ്മുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. എല്ലാവരും കേട്ടിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ വലിയ ആൾക്കാരാണ് TCS. ലോകപ്രശസ്തരാണ്. രാജ്യത്തിന് ധാരാളം ഈ ഫോറിൻ മണി നേടിത്തരുന്ന ആൾക്കാരാണ്. ഹൈലി പെയ്ഡ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിട്ടുള്ള എംപ്ലോയീസാണ്. എല്ലാവരും IT വിദഗ്ധന്മാരൊക്കെയാണ്. അവർ വലിയ കെട്ടിടങ്ങൾ, വളരെ ഭംഗിയുള്ള കെട്ടിടങ്ങൾ, അതിൻ്റെ ക്യാമ്പസ് ഒക്കെ നമ്മളതിൻ്റെ ചെറിയ സാമ്പിളൊക്കെ ഇവിടെ എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ, തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലൊക്കെ നമ്മൾ കാണുമല്ലോ. അതിനേക്കാളൊക്കെ ഏകദേശം 10-100 ഇരട്ടി വലിപ്പവും ഭംഗിയും ഒക്കെയുള്ള ക്യാമ്പസുകളാണ്. TCSൻ്റെ നാസിക്കിലുള്ള ഓഫീസിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നാസിക് പൊതുവെ ശാന്തമായ ഒരു സ്ഥലമാണ്, അറിയാവുന്നവർക്ക് അറിയാമല്ലോ. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് നാസിക്. നാസിക്കിനടുത്താണ് ശ്രീരാമൻ്റെ പഞ്ചവടി. പിന്നെ നാസിക് റോഡ് സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി വലിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ കിടന്ന ജയിൽ. ഇങ്ങനെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം, വളരെ ശാന്തമായ ബട്ട് വൈബ്രൻ്റായ, വളരെ പ്രസരിപ്പുള്ള, മനസ്സിന് നല്ല ആശ്വാസം തരുന്ന ഒരു സ്ഥലം. അവിടെ അങ്ങനെ ലഹളയോ ബഹളമോ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ശാന്തമായിട്ട് പോകുന്ന ട്രഡീഷണലായ ഒരു ജനത. ഇപ്പോഴും നിങ്ങൾക്ക് നാസിക്കിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ കോമ്പൗണ്ടിലൊക്കെ നിങ്ങൾക്ക് പച്ചക്കറി കാശ് കൊടുക്കാതെ കിട്ടും. പച്ചക്കറി ഒരാൾ കൊണ്ടുവന്നാൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. അയാൾക്ക് കാശിന് ആവശ്യം വരുമ്പോൾ അയാൾ വന്ന് ഡോർ ബെല്ലടിക്കും. സാറേ ഒരു 100 രൂപ എടുത്തേ എന്ന് പറയും. അപ്പം 100 രൂപ കൊടുക്കുക. ഇതാണ് സമ്പ്രദായം. അപ്പോൾ ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ഏർപ്പാടുകളൊക്കെ നാസിക്കിൽ ഇപ്പോഴും ഉണ്ട്. ഞാനവിടെ കുറേ കാലം താമസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വലിയൊരു പ്രോജക്റ്റിൻ്റെ വർക്കിനായിട്ട് ഞാനവിടെ താമസിച്ചിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവുമാണ് നാസിക്. ആ നാസിക്കിൽ സാത്തൂർ എന്ന ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. MIDC, മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ, നമ്മളുടെ KSIDCയുടെ മഹാരാഷ്ട്രയിലെ കൗണ്ടർ പാർട്ട്. പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളുടെ KSIDC 10 പൈസയുടെ കച്ചവടം ഇവിടെ നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു കച്ചവടം നടത്താമെന്ന് കഴിഞ്ഞാൽ അത് നമ്മളെല്ലാം കൂടെ ചേർന്നിട്ട് കൊടിയൊക്കെ കുത്തി പൂട്ടിച്ച് അവൻ്റെ അണ്ടം കീറി വിടും. അതാണല്ലോ നമ്മുടെ ഒരു സ്വഭാവം. ഒരു സാധനം ഇവിടെ ഉണ്ടാക്കാനോ വിൽക്കാനോ ഒന്നും നമ്മൾ സമ്മതിക്കരുത്. ഇവിടെ ഫുൾ രാഷ്ട്രീയമാണ്. കമ്മീഷൻ വാങ്ങിച്ച് അങ്ങനെ കഴിയുകയാണ് നമ്മൾ. പിന്നെ ഫോറിനിൽ നിന്ന് ആരെങ്കിലും കാശ് അയച്ചു തരും. ഈ പറഞ്ഞ പോലെ നാസിക്കിൽ, പൂനെയിൽ, ബോംബെയിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരുണ്ടല്ലോ, അവർ കാശ് അയച്ചു തരും. അവർ രാപകലില്ലാതെ അധ്വാനിക്കുകയാണ്. അവർക്ക് രാഷ്ട്രീയവുമില്ല. അവർ വോട്ട് ചെയ്യാനും വരാറില്ല, തിരിഞ്ഞു നോക്കാറില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കുക, എല്ലാവരും പറഞ്ഞല്ലോ 78-79%. ബാക്കി 20% വോട്ട് ചെയ്യാത്തവരാരാ? ശരി, അതിലൊരു 5% വയ്യാത്തവരോ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റാതെയോ ഒക്കെ വോട്ട് ചെയ്യാത്തവരെന്ന് വയ്ക്കാം. എന്നാലും ഒരു 10-15% വോട്ടർമാർ വോട്ട് ചെയ്തിട്ടില്ല. കാരണം ഒരു 15% പേർക്കെങ്കിലും ഈ സിസ്റ്റത്തിൽ, നിങ്ങളുടെ ഈ കലാപരിപാടി ഉണ്ടല്ല, തിരഞ്ഞെടുപ്പ്, ഒരു കിഴങ്ങനെ തിരഞ്ഞെടുക്കുക, അവനെന്നിട്ട് വാചകടിച്ച് തെക്കുവള കാണുന്നു നമ്മുടെ എല്ലാം കാശ് മുടിപ്പിച്ച് കളയുക. ഈ പ്രക്രിയയിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, അവർ വോട്ട് ചെയ്യുന്നില്ല. ശരി, പോട്ടെ, അത് വേറെ വിഷയം. അപ്പം അങ്ങനെ സാത്തൂർ MIDCയിൽ TCSൻ്റെ
ഭീമൻ ഓപ്പറേഷൻ നമുക്ക് സങ്കല്പിക്കാം. വലിയ കെട്ടിടം, ഒരുപാട് മുറികൾ, അത് ഇതൊക്കെ ആയിട്ട്. അവിടെ ആണ് ഈ ജിഹാദ് പ്രവർത്തനം നടക്കുന്നത്. അതും HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ. ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ IT കമ്പനികൾ വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരാണ് പെർഫോമൻസ് അസസ് ചെയ്യുന്നത്, ലീവ് സാങ്ഷൻ ചെയ്യുന്നത്, ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുന്നതൊക്കെ HR ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പവർഫുൾ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ പവർ അവർ ഈ പരിപാടിക്ക് ഉപയോഗിക്കും. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത കേസിൽ ലവ് കിവൊന്നും ഇല്ല, ചുമ്മാ ബലാത്സംഗമാണ്, ഫോഴ്സിബിളാണ് എല്ലാം. മര്യാദയ്ക്ക് നമാസ് നടത്താൻ, നിസ്കരിക്കാൻ പറയുക, അതനുസരിച്ചോളണം, ആണായാലും പെണ്ണായാലും. അതനുസരിച്ചില്ലെങ്കിൽ അവർ ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക, തുണി അഴിച്ച് ഫോട്ടോ വയ്ക്കുക, അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഇവർ കുടുങ്ങിപ്പോകും. കാരണം കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് കൊള്ളാവുന്ന ജോലി കിട്ടി, അച്ഛാ എനിക്ക് നാസിക്കിലാണ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്, TCS ആണ്, TCS നല്ല കമ്പനിയാണ് അച്ഛാ, എന്നെ നാസിക്കിൽ വിടച്ചാ എന്നൊക്കെ പറഞ്ഞ് ആ അച്ഛൻ വണ്ടിയൊക്കെ പിടിച്ച് ഇവളെ കൊണ്ടുപോയി നാസിക്കിലാക്കി, അവൾക്ക് താമസിക്കാൻ ഒരു PGയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ സംഗതിയോ ഒക്കെ റെഡിയാക്കി 2 ദിവസം അവിടെ തന്നെ താമസിച്ച് പെങ്കൊച്ചിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അച്ഛൻ തിരിച്ചു വരും. ഈ അച്ഛന് കൃത്യമായിട്ട് ഈ പെങ്കൊച്ച് കാശ് അയച്ചു കൊടുക്കും. അയാൾ ആ കുടുംബവും ഭംഗിയായിട്ട് നടത്തും. ഇടയ്ക്ക് നാസിക്കുന്ന പെങ്കൊച്ച് വീട്ടിൽ വരും, എല്ലാവർക്കും സമ്മാനമൊക്കെ കൊണ്ടുവരും. അങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പെങ്കൊച്ചിന് ഇങ്ങനൊരു ഗതിയുണ്ട് എന്ന് വീട്ടിൽ പറയാൻ നിർവാഹമുണ്ട്, തൂങ്ങിച്ചാവാൻ നിർവാഹമുണ്ട്. എത്ര പ്രതീക്ഷയോടെ വളർത്തിയതാണ്. അവൾ ഇനി അങ്ങോട്ട് പോകും. ഇപ്പോൾ ഇതിൽ പെട്ടിരിക്കുന്നത് ആണും പെണ്ണും ഉണ്ട്. 8 പെണ്ണുങ്ങളും ഒരു ചെറുക്കനുമാണ് ഇതിനകത്ത് പെട്ടിരിക്കുന്നത്. 8, ഒന്നും രണ്ടുമല്ല, 8 പെണ്ണുങ്ങൾ. അത് 2022 ജൂലൈ മുതൽ 2026 മാർച്ച് വരെ ഈ കലാപരിപാടി നടന്നുകൊണ്ടിരുന്നു അവിടെ. ഞാൻ നിങ്ങളോട് ഇത് എടുത്തു പറയാൻ കാര്യം, ഇത് തല്ലിക്കൊന്നാൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ കാണിക്കുമോ? കാണിക്കില്ല. ഈ വാർത്ത അവർ ഫ്ലാഷ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇത് നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ഉണ്ടല്ലോ, റിപ്പബ്ലിക്കിലെ ഒരു ഫ്ലാഷായിട്ട് താഴെ കൂടെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോയി. പക്ഷെ ഒഴുകിപ്പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. TCSൻ്റെ ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ, അദ്ദേഹം ഇതിൽ വലിയ ആങ്സൈറ്റി പ്രകടിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം അവരുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരതി സുബ്രഹ്മണ്യത്തെ ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ചെയർമാൻ ഇടപെട്ടിട്ട്, അതും TCSൻ്റെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ ചീള് കേസിലൊക്കെ പുള്ളി ഇടപെടുക. ആരെങ്കിലും 2 പേരും എന്തും തള്ളും ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും പുള്ളി അനങ്ങുമൊന്നുമില്ല. പക്ഷേ ഈ പ്രശ്നം അത്ര ഗുരുതരമാണ്. അതായത് റേപ്പ്, അബ്യൂസ് ഓഫ് പവർ, അധികാരത്തിൻ്റെ ദുർവിനിയോഗം നടത്തി റേപ്പ് നടത്തുക, ബീഫ് തീറ്റിക്കുക. അതാണല്ലോ അതിൻ്റെ ഒരു ചടങ്ങ്. ശരിക്കും പറഞ്ഞാൽ ബീഫ് തീറ്റിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല. അത് ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. പിന്നെ കൺവേർഷൻ ടു ഇസ്ലാമിലേക്ക് മാറുക. ഇസ്ലാമിലേക്ക് മാറി എന്ന് വിചാരിച്ചിട്ട് ഈ ബലാത്സംഗം നിർത്തുക, അതൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബലാത്സംഗം ചെയ്യും. ആരെയാണോ കൈ കിട്ടുന്നത് അതിനെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും. ഇതിനെയൊക്കെ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനവും കൊടുക്കും. കല്യാണം കഴിച്ചോളാം നിന്നെ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? കല്യാണം കഴിച്ചാൽ പിന്നെ എന്തും ചെയ്യാവുന്നതാണോ? ഇങ്ങനെ ഫോഴ്സിബിളായിട്ട് ഈ പെൺകുട്ടികളെ കുഴപ്പത്തിലാക്കുക. ഈ ആൺകുട്ടിയെ എന്തിനുപയോഗിച്ചു എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ അയാളെ കൊണ്ടും ഉപയോഗം ഉണ്ടായിരുന്നിരിക്കണം. ഇത്തരം മൃഗങ്ങൾക്ക് ആണുങ്ങളുടെ ഉപയോഗം ഉണ്ടല്ലോ. എന്നിട്ട് പോലീസ് ഇപ്പോൾ ഇതറിഞ്ഞിട്ട് ഇവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് മുങ്ങി. എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല, ഒളിവിലാണ്. പോലീസ് 9 FIR, 8 പെണ്ണുങ്ങളും ഒരാണുമാണല്ലോ, ഓരോരുത്തരുടെയും പരാതിയുടെ പേരിൽ 9 FIR രജിസ്റ്റർ ചെയ്തു. ആസിഫ് അൻസാരി, അറസ്റ്റിലായ ആൾക്കാരുടെ പേരാണ് ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, ഷാറുഖ് ഖുറേഷി, റാസ മെമൻ, തൗസീഫ് അത്തർ, മുഹമ്മദ് ഡാനിഷ് ഷെയ്ഖ്. ഇത്രയും പേരാണ് അറസ്റ്റ് ചെയ്തതായിട്ട്
മീഡിയ വഴി പുറത്തു വന്നത്. അത് കൂടുതലും സോഷ്യൽ മീഡിയ വഴിക്കാണ്. മെയിൻ സ്ട്രീം മീഡിയ ഇപ്പോഴും അതിൽ തൊട്ടിട്ടില്ല. ബട്ട് ഇതിന് പേര് വന്നിരിക്കുന്നത് കോർപ്പറേറ്റ് ജിഹാദാണ്. ഇനി കോർപ്പറേറ്റ് ജിഹാദ് ഇല്ല എന്ന് പിണറായി വിജയൻ, ബെന്നി ബെഹനാൻ, നമ്മളുടെ ഇങ്ങേരുണ്ടല്ലോ BD സതീശൻ, A റഹീം, MV ഗോവിന്ദൻ, ഇവരൊക്കെ പറയും എന്ത് കോർപ്പറേറ്റ് ജിഹാദ്, അതൊന്നും ഇല്ല എന്നൊക്കെ പറയും. ഉള്ള കാര്യം ഞാൻ പറയും. ഈ പറഞ്ഞ എറണാകുളത്തെ ഇൻഫോ പാർക്കാണെങ്കിലും തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണെങ്കിലും അവിടെയൊക്കെ ഈ കലാപരിപാടി ഉണ്ടോ എന്ന് ആരെങ്കിലും പരിശോധിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ പിള്ളേരെ നമ്മൾ തന്നെ നോക്കണമല്ലോ. ഇവന്മാര്, ഈ രാഷ്ട്രീയക്കാർ, ഇവർ റാഡിക്കൽ ഇസ്ലാമിനെതിരെ ഒരക്ഷരം മിണ്ടില്ല. റാഡിക്കൽ ഇസ്ലാം അവരെ അടിച്ചാലും തൊഴിച്ചാലും പോലും ഈ കഴുതകൾ ഒരക്ഷരം മിണ്ടില്ല. ഞാനിന്നിപ്പോൾ നമ്മുടെ പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ടിൻ്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. പുള്ളി പറയുകയാണ്, എന്നെ ഭീഷണിപ്പെടുത്തരുത്. ഏത് PC ജോർജ് പറഞ്ഞതിന് ചൊല്ലിയ എന്നെ ഭീഷണിപ്പെടുത്തരുത്. പെടുത്താം തിരുമേനിയെ നല്ല ഒന്നാന്തരമായിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ ഭീഷണിപ്പെടുത്തിയല്ലേ. തിരുമേനി എന്ത് ചെയ്തു? ഞൊട്ടിയ. അവർക്കെതിരെ ഒരു പരാതി കൊടുത്തോ കല്ലറങ്ങാട്ട് തിരുമേനി? ഇല്ലല്ലോ, ഇല്ല. പോലീസിൽ ഒരു പരാതി കൊടുക്കാനുള്ള ധൈര്യമില്ല. അതൊന്നും ചെയ്യാനില്ല. പിണറായി വിജയൻ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോഴും ആ കേസുണ്ട്, FIR ഉണ്ട് കല്ലറങ്ങാടിൻ്റെ പേരിൽ. ആ കല്ലറങ്ങാട്ടിൽ കൈതീർത്തുകൊണ്ട് പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് PC ജോർജിനെ വരട്ടുകയാണ്. എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ ആരാന്നറിയാമോ? ആരാന്ന് നന്നായിട്ട് അറിയാമേ, നന്നായിട്ട് അറിയാം. റാഡിക്കൽ ഇസ്ലാമിനെ കാണുമ്പോൾ ശ്വാസം മുട്ടുന്ന അല്ലെങ്കിൽ മൂത്ത് ഒഴിക്കുന്ന ഒരു മെത്രാൻ, അതിക്കവിഞ്ഞ് എന്താണ്? എനിക്ക് ഈ മനുഷ്യനോടൊരു മതിപ്പുണ്ടായിരുന്നു കല്ലറങ്ങാട്ടിനോട്. കാരണം പുള്ളി ഒന്നും മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. ശരി, അത് ആ മെത്രാൻ എന്ന പദവിയുടെ ഡിഗ്നിറ്റി കൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതും. അല്ലാതെ പേടിച്ചിട്ടാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്നാണ് മനസ്സിലാകുന്നത് പേടിച്ചിട്ടാണ്. കാരണം പേടിയില്ലാത്ത സ്ഥലത്ത് മെത്രാൻ്റെ പ്രകടനം നല്ല മുഷിരൻ പ്രകടനമാണ്. ഭയപ്പെടുത്താൻ നോക്കുന്നുണ്ടാ. എല്ലാവരും എന്താ ന്യൂട്രലായിട്ടിരിക്കണം. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയ അഭിപ്രായം പറയും, നീ ആരാ ചോദിക്കാൻ? വലിയ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ചെലവാകുന്നിടത്ത് ചെലവാക്കാൻ മെത്രാന് യാതൊരു തടസ്സവും ഇല്ല. മറ്റേ സ്ഥലത്ത് ചിലവാകില്ല. അതുകൊണ്ട് അവിടെ മിണ്ടാതിരിക്കുന്നത്. അവിടെ ഒന്ന് പറഞ്ഞു നോക്കി. ആകെ പറഞ്ഞത് ലവ് ജിഹാദ് പിന്നെ നാർക്കോട്ടിക് ജിഹാദ്, ഈ 2 വാക്കുകളാണ്. കുറവിലങ്ങാട് പള്ളിക്കുള്ളിൽ എന്ന് പറഞ്ഞതായി എൻ്റെ പൊന്നെ വഴി നടക്കാൻ മേലാതെയായി, കേസുമായി. എന്നിട്ട് അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല. ഇതിനെ ന്യായീകരിച്ച് PC ജോർജിനെ ആക്രമിച്ച് നടക്കുന്ന തേലക്കാട്ടച്ഛൻ എപ്പോഴെങ്കിലും ലവ് ജിഹാദിനെ എതിർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാനായിട്ടാണ് തേലക്കാട്ടച്ഛൻ ജന്മം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇല്ലേ, ഈ സഭയുടെ തർക്കവും മറ്റേ വസ്തു തർക്കവും കള്ളപ്പണ തർക്കവും ഒക്കെ വന്നില്ല. അതിൽ എന്താ വ്യാജരേഖ കേസിൽ പ്രതിയൊക്കെയാണ് തേലക്കാടൻ. ഇപ്പം ആ കേസ് അവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്കൊരു അബദ്ധം പറ്റിയിരുന്നല്ലോ. അബദ്ധം എല്ലാവർക്കും പറ്റിയിരുന്നു ഈ നോട്ട് പിൻവലിക്കുമ്പോഴാണ്. അപ്പോൾ എറണാകുളത്തെ സഭ അന്ന് ഒരു മെഡിക്കൽ കോളേജ് വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് 25-30 ഏക്കർ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം. അപ്പോൾ അവിടെ കിടക്കുന്ന തുണ്ടായിട്ട് കിടക്കുന്ന ഭൂമി വിറ്റിട്ട് തൃക്കാക്കരയിലോ മറ്റോ ഒറ്റ കോമ്പൗണ്ടായിട്ട് വാങ്ങാൻ തീരുമാനിച്ചു. തൃക്കാക്കര കുറച്ച് സ്ഥലം അവർക്കുണ്ട്, ബാക്കി ചുറ്റുവട്ടത്തുള്ള ഭൂമി കുറേശ്ശെയായിട്ട് വാങ്ങി വലിയൊരു കോമ്പൗണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തുണ്ടായി കിടന്ന ഭൂമി വിൽക്കാൻ തുടങ്ങി. ഭൂമി വിൽക്കുമ്പോൾ ആരും തന്നെ, ഞാനും നിങ്ങളും അടക്കം, ഭൂമിയുടെ യഥാർത്ഥ വില കാണിക്കാറില്ല. ഇല്ല, വില ഒന്ന് കുറച്ച് കാണിക്കും, ബാക്കി ക്യാഷായിട്ട്. അത് കള്ളപ്പണമാണ്. അത് കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. ഇതെല്ലാ മനുഷ്യരുടെയും സ്വഭാവമാണ്. ഇവരുടെ ഇതുപോലത്തെ ഓപ്പറേഷൻ നടക്കുമ്പോഴാണ് ആശനിപാതം പോലെ നോട്ട് നിരോധനം വരുന്നത്. അപ്പോഴത്തേക്ക് ഇത് ഉടക്കി. കാരണം ബ്ലാക്ക് മണി കിട്ടാനുണ്ട് അപ്പുറത്ത് വന്ന്. അയാൾ പറയുന്നത് മണി ഞാൻ തരാം, ക്യാഷ് ഞാൻ തരാം, പക്ഷെ പഴയ നോട്ടായിരിക്കും. സഭ പറഞ്ഞു പഴയ നോട്ട് തന്നാൽ ഞങ്ങളിപ്പോൾ എവിടെ കൊണ്ടുപോയി മാറോട് ചെയ്ത്. അപ്പോൾ അയാൾ പറഞ്ഞു തിരുമേനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ പുതിയ നോട്ട് വേണ്ടേ, താൻ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക. ബാങ്കിൽ എങ്ങനെ കൊടുക്കും, ഇത് കള്ളപ്പണമല്ലേ. അപ്പോൾ പിന്നെ കള്ളപ്പണം ഞങ്ങൾ മേടിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യൂടും, അതെനിക്കറിഞ്ഞൂടാ. ഞാൻ തരാമെന്ന് പറഞ്ഞ കാശ് ഞാൻ തരാം, എന്തെങ്കിലും ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്പ്യൂട്ടും പ്രശ്നം അങ്ങനെയാണ് അത് വലുതാ. അതിനകത്ത് പിന്നെ സഭയ്ക്കകത്തെ പൊളിറ്റിക്സും ഒക്കെ ആയിട്ട്
അത് വലുതായി. എന്നാൽ നരേന്ദ്രമോദി ഇവരെ കണ്ടിട്ടല്ല, ഒരുപാട് പേർക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് അങ്ങർക്കറിയാം. അങ്ങേര് ഒരു ആംനസ്റ്റി പ്രഖ്യാപിച്ചു. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കാരണവശാൽ കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ, പുള്ളി പറഞ്ഞു, പരമ്പരാഗതമായിട്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണം ഉണ്ട്, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങളത് കൊണ്ടുപോയി ഡിക്ലെയർ ചെയ്യുക. അതിൻ്റെ 75% അപ്പം തന്നെ മാറി ബാങ്ക് നിങ്ങളിൽ തരും. 25% 4% പലിശയ്ക്ക് ഒരു 5 കൊല്ലത്തേക്ക് ആ ബാങ്കിൽ വയ്ക്കുക. നാടിൻ്റെ ഒരു ആവശ്യത്തിനെന്ന് വിചാരിച്ചാൽ 5 കൊല്ലം കഴിയുമ്പോൾ 4% പലിശ അടക്കം ആ കാശും തിരിച്ചു തരും. കള്ളപ്പണ കേസും ഇല്ല, ഇൻകം ടാക്സ് കേസും ഒന്നുമില്ല നിങ്ങളുടെ പേരിൽ. നിങ്ങളൊന്നും കൊണ്ടും ഭയക്കണ്ട. അത് സറണ്ടർ ചെയ്യുന്നു. അത് സറണ്ടർ ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യുന്നു? അല്ല, കാരണവർ നോക്കിയപ്പോഴുണ്ടല്ലോ, നമ്മളുടെ പൊതുവെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ചടങ്ങുകളൊക്കെയുണ്ട്. അത് നിയമവിരുദ്ധമാണോ എന്നൊക്കെ ചോദിച്ചാൽ നിയമവിരുദ്ധമാണ്. പക്ഷെ അത് ചെയ്യുന്നുണ്ട്. അതൊരു ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്നു, നമ്മളൊക്കെ ചെയ്യുന്നു. അതുപോലെയാണ് സ്ത്രീധനം കൊടുക്കാനും വാങ്ങാനും പാടില്ല എന്നൊക്കെ നിയമമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സ്ത്രീധനം കൊടുക്കാറില്ലേ, വാങ്ങാറൊക്കെ ഉണ്ട്. അതൊരു ഒഫൻസായിട്ട് ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോലീസ് വരിക, അങ്ങനെയൊന്നും സർക്കാർ ചെയ്യാറില്ല. ശരി, അങ്ങനെ ഒരു ദുശ്ശീലമുണ്ട് ഇപ്പോൾ. എന്ത് ചെയ്യാനാ? പൊതുസ്ഥലത്ത് പുകവലി നിരോധനമുണ്ട്, ഉണ്ട്. പക്ഷേ പൊതുസ്ഥലത്ത് മാറി നിന്നൊരു കളവൻ ഒരു സിഗരറ്റ് വലിച്ചു നിന്നാൽ അവനെ തൂക്കിക്കൊല്ലാൻ പറ്റുക. അപ്പം പുള്ളി അങ്ങ് വിട്ടേരുടെ, വയസ്സായി, ഇനിയിപ്പോൾ എന്ത് പറയാൻ എന്ന് പറഞ്ഞ് അങ്ങ് വിടും. ഇങ്ങനെയൊക്കെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ആ ഇളവ് ഇവർക്കും കിട്ടിയതാണ്. പക്ഷേ ഇവരാ ഇളവ് വേണ്ടെന്ന് വെച്ച് കേസിനോ കുന്തത്തിനോ ഒക്കെ പോയി വേണ്ടാത്ത പ്രശ്നങ്ങളായി, ഒന്നും പറയണ്ട, അവസാനം ആലഞ്ചേരി പിതാവിൻ്റെ സ്ഥാനം തന്നെ തെറിക്കുന്ന സ്ഥിതിയായി. ഇതൊക്കെ ഉണ്ടായിട്ടും അവർ ലവ് ജിഹാദിനെ തള്ളിപ്പറയാൻ അവർ തയ്യാറായില്ല. 1-2 തവണ സിനഡ് കൂടി അവർ പ്രമേയം പാസ്സാക്കി ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പ്രമേയം പാസ്സായത് അവിടെ ഇരിക്കും. അപ്പോഴത്തേക്ക് തേലക്കാട്ടച്ഛൻ പുറത്തിറങ്ങും. തേലക്കാട്ടച്ഛൻ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ വക്താവല്ല, പക്ഷെ മുൻ വക്താവ് എന്ന് പറഞ്ഞിട്ട് TV-ക്കാർ ഇദ്ദേഹത്തെ വിളിച്ചിട്ട്, ഇദ്ദേഹം ലവ് ജിഹാദിൻ്റെ അത് സിനഡ് എന്ത് അവർക്കൊന്നും അറിയാമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അത് വെള്ളവീശി കൊടുക്കും. ഇത് തേലക്കാട്ടച്ഛൻ്റെ സ്ഥിരം പരിപാടിയാണ്. ലവ് ജിഹാദ് വെള്ളപൂശി കൊടുക്കുക, ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശി കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് തേലക്കാടനെ TV-ക്കാർ ഉപയോഗിക്കും. യഥാർത്ഥ വക്താവ് ആരാണ്, അയാൾ പുറത്ത് വരികയുമില്ല. ഇതൊക്കെയാണ് ക്രൈസ്തവ സഭയുടെ ടെക്നിക്സ്. അതുപോലെ സ്വന്തം പെൺപിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് കൺവെർഷനൊക്കെ നടത്തിയിട്ട് അതിന് പോലും എതിർക്കാൻ ഇവർക്ക് ജീവനില്ലെങ്കിൽ എന്ത് പറയും ആ സമുദായത്തെ പറ്റി? അങ്ങനെ അനുഭവമുള്ള ആൾക്കാർ പലരും ചേർന്നാണ് ആദ്യം കാസ എന്ന സംഘടന ഉണ്ടാവുന്നത്. എന്നിട്ടും സഭയ്ക്ക് കുലുക്കമില്ല. റാഡിക്കൽ ഇസ്ലാമിനെ വിട്ടൊരു കളിയില്ല എന്ന് സഭ തീരുമാനിച്ചു. കംപ്ലീറ്റ് യേശുക്രിസ്തുവിനെ, ദൈവപുത്രനെ കംപ്ലീറ്റ് എല്ലാത്തിനെയും ബലി കൊടുത്താണെങ്കിലും ശരി, റാഡിക്കൽ ഇസ്ലാമിനെ സംരക്ഷിച്ച് ഞങ്ങൾ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ കുറേ മെത്രാന്മാരുണ്ട്. 1-2 അല്ല, കുറേ എണ്ണമുണ്ട്. അവർ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ നാള് കുറേയായി അവരുടെ ഇക്വേഷൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് പല സ്ഥലത്തും ഇവർ അന്യായമായ നിലപാടുകൾ എടുക്കുന്നത്. അതിലൊന്നായിരുന്നു ആ കൈവെട്ടപ്പെട്ട ജോസഫ് മാഷിനെ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ട സംഭവം. അവിടെ ക്രൈസ്തവ സഭയുടെ തൻ്റെ ഇടം എന്ന് പറയുന്നത് ശരിക്ക് റാഡിക്കൽ ഇസ്ലാമിനെ സഹായിക്കുന്ന തൻ്റെ ഇടമാണ് എന്ന് അവർ കാണിച്ചു കൊടുത്തു. എന്തുമായിക്കോട്ടെ, അതുപോലെ ഇവരുടെയൊക്കെ സ്വാധീനമുള്ളതിനാൽ, ഇവരുടെയൊക്കെ കൈപ്പിടിയിലായതിനാൽ, പിന്നെ സ്വയം കൺവിൻസ്ഡ് ആയതിനാൽ, നമ്മളെ TV ചാനൽമാർ, ആങ്കർമാർ, അവർ സ്വയം കൺവിൻസ്ഡാണ് ലവ് ജിഹാദില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ലവ് ജിഹാദ് ഉണ്ടെന്ന് സമ്മതിക്കരുത്. സമ്മതിച്ചാൽ BJPക്ക് ഗുണം കിട്ടുമെന്ന്. എടാ, നിൻ്റെ മകളെയല്ലേ പിടിച്ചോണ്ട് പോയി, എൻ്റെ മകളെയാണ് പിടിച്ചോണ്ട് പോയത്, പക്ഷെ BJPക്ക് ഗുണം വരുന്ന കാര്യം ഞാൻ ചെയ്യില്ല. മകൾ പോയെങ്കിൽ പോട്ടെ, ഏതായാലും പോയല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ബഹളം വെച്ചിട്ട് BJPക്ക് വോട്ട് പിടിച്ചു കൊടുക്കേണ്ട കാര്യം ചെയ്യില്ല. ഇതാണ് വാശി. അതുകൊണ്ട് ഈ കോർപ്പറേറ്റ് ജിഹാദ് TCSൽ നടന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. ഇനിയിപ്പോൾ അവിടെ ഇവിടെ നമുക്ക് 24 മണിക്കൂറും എല്ലാ ചാനലും വെച്ച് നോക്കാൻ പറ്റില്ല. ആരെങ്കിലും ഈ വാർത്ത ഫ്ലാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ മാപ്പ് പറയുന്നു.
ഏതായാലും പ്രോമിനൻ്റ് ആയിട്ട് ഈ വാർത്ത കേരളത്തിൽ വരാൻ പോകുന്നില്ല, ചർച്ചയാകാൻ പോകുന്നില്ല. പക്ഷേ ഇത് വലിയൊരു ട്രെൻഡിൻ്റെ വലിയൊരു എന്താ പറയുക, ഐസ് മലയുടെ അറ്റമാണ് നാസിക്കിൽ പൊങ്ങിയിരിക്കുന്നത്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുമല്ലോ, അതാണ് നാസിക്കിൽ സംഭവിച്ചിരിക്കുന്നത്. അതാണ് കോർപ്പറേറ്റ് ജിഹാദ്. അത് മനസ്സിലാക്കിയിരിക്കുക. താങ്ക് യു.